KPCC UDF നേതൃയോഗങ്ങൾ ഇന്ന് കെ മുരളീധരൻ വിട്ടുനിൽക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനുള്ള നേതൃയോഗങ്ങളാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത്. തിരുവനന്തപുരത്തുണ്ടെങ്കിലും മുരളീധരൻ യോഗങ്ങളിൽ പങ്കെടുക്കില്ല. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ തൽക്കാലത്തേക്ക് പൊതുപ്രവർത്തന രംഗത്ത് നിന്നും വിട്ടുനിൽക്കുകയാണ് എന്ന് മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു. വിവരങ്ങളുമായി അമൽ തേരമ്പറമ്പിൽ ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മുരളീധരൻ വിട്ടുനിൽക്കുന്നു. ഈ ചർച്ച ചെയ്ത് ഈ തോൽവിയുടെ കാരണം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു തോൽവി സംഭവിച്ചു എന്നതിൽ പഠനം നടത്തണം എന്നൊക്കെ കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ ആലോചിച്ചതും തീരുമാനിച്ചതും പറഞ്ഞതുമൊക്കെയാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ അനുനയ ശ്രമങ്ങൾ ഒന്നും ഇതിൽ നടന്നില്ലേ മുരളീധരനെ പങ്കെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്? തൃശ്ശൂരിലെ തോൽവിയിൽ കടുത്ത അതൃപ്തിയിലാണ് കെ മുരളീധരൻ. തോൽവിക്ക് പിന്നാലെ തന്നെ തൽക്കാലത്തേക്ക് പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്, ഒരു ഇടവേള വേണമെന്നുള്ളതാണ് കെ മുരളീധരൻ പറഞ്ഞത്. പക്ഷേ അതിനുശേഷവും നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും അനുനയ നീക്കങ്ങൾ പലവട്ടം കണ്ടു. KPCC അധ്യക്ഷൻ കെ സുധാകരൻ നേരിട്ടെത്തി മുരളീധരനുമായി ചർച്ച നടത്തി. പക്ഷേ ആ ചർച്ചയിൽ ഒന്നും ഒരു അനുനയത്തിന് കെ മുരളീധരൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി മുരളീധരൻ തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനാണ് മുരളീധരൻ്റെ നിലവിലെ ഒരു തീരുമാനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുരളീധരൻ നേരത്തെ മത്സരിച്ചിരുന്ന വട്ടിയൂർക്കാവിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചെടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കങ്ങളുമായി പോവുകയാണ് കെ മുരളീധരൻ. അതിനിടയിലാണ് നേതൃയോഗം നടക്കുന്നത്. UDF നേതൃയോഗവും അതോടൊപ്പം തന്നെ KPCC നേതൃയോഗവും നടക്കുന്നുണ്ട്. KPCC നേതൃയോഗത്തിൽ KPCC ഭാരവാഹികളും അതോടൊപ്പം രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും അതോടൊപ്പം കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും അടക്കമുള്ളവരെത്തും. അങ്ങനെയുള്ള ഒരു യോഗത്തിൽ നിന്നുമാണ് കെ മുരളീധരൻ ഇപ്പോൾ വിട്ടുനിൽക്കുന്നത്. തിരുവനന്തപുരത്ത് മുരളീധരനുണ്ട്, എന്നിട്ടും ആ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് മുരളി അറിയിക്കുന്നത്. നിലവിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ താൻ ഭാഗവാക്കാകുന്നില്ല എന്ന് മുരളി പറയുമ്പോഴും മുരളിക്ക് വേണ്ടി കൃത്യമായ നിലപാട് പറയാൻ അവിടെ യോഗത്തിൽ ആളുണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ചും തൃശ്ശൂരിലെ തോൽവി സംബന്ധിച്ച വിഷയത്തിലും ആലത്തൂരെ തോൽവി സംബന്ധിച്ച വിഷയത്തിലുമുള്ള പരാതികളെല്ലാം ഇന്നത്തെ യോഗത്തിൽ KPCC യോഗത്തിൽ ഉയർന്നു വരും. അതോടൊപ്പം തന്നെ 2 സ്ഥലങ്ങളിലേക്ക്, പാലക്കാട് അതോടൊപ്പം തന്നെ ചേലക്കര മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആ യോഗങ്ങളിൽ ആ സ്ഥലങ്ങളിൽ ആരൊക്കെ സ്ഥാനാർത്ഥിയായി വരണമെന്നതിൻ്റെ ഒരു പ്രാഥമിക ചർച്ചയും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന വിശാലമായ നേതൃയോഗമാണ്. അതിനാൽ തന്നെ നേതാക്കൾക്കിടയിലുള്ള അതൃപ്തി പരസ്യമാകുന്നൊരു വേദി കൂടിയായി ഇന്നത്തെ KPCC നേതൃയോഗം മാറും. മോദി. ശരി അമൽ.